അവോയ്ഡ് ദി ടെൻഡൻസീസ് ഓഫ് ബാഡ് ബോസസ്. ഒരു മോശപ്പെട്ട നേതാവ് ആകാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോശപ്പെട്ട നേതാവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവിടെ പ്രശ്നമായിട്ടുള്ളത്, അതിന് എന്താണെന്നുള്ളത് നമുക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ അഹങ്കാരം പിടിച്ച ഒരു വ്യക്തിയാകാതിരിക്കുക. മിക്ക ആളുകൾക്കും ഒരു വലിയൊരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ അഹങ്കാരമാണ്. എന്നെക്കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്ഥാനത്തെത്തിയത്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെക്കാളും കഴിവുള്ള ധാരാളം ആളുകൾ നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ എന്തോ ഈ പ്രപഞ്ചം നമുക്ക് ആ ഒരു സ്ഥാനം തന്നത് ശരിക്കും പറഞ്ഞാൽ അഹങ്കാരിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനൊരു പർപ്പസ് ഉണ്ടാകാം. ഒരുപക്ഷെ മറ്റുള്ള ആളുകളെ നല്ല രീതിക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകാം. ആ കഴിവിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനം കൊള്ളാം. പക്ഷേ അത് ഒരു കാരണവശാലും അഹങ്കാരമായി മാറാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പക്ഷേ പല ആളുകളും ഒരു വലിയൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പണ്ട് ഒരുപക്ഷെ അവർ കൂടുതലായിട്ട് ആളുകളായിട്ട് ഒരുപക്ഷെ മിങ്കിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ വലിയൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റുള്ളവരൊന്നും കാണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ വലിയൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ആ സംസാര രീതിയും കാര്യങ്ങളും പെരുമാറ്റമൊക്കെ അങ്ങ് മാറും. അപ്പം തന്നെ നമുക്ക് തോന്നും, ഓ ഇയാൾ മാറി എന്ന് നമുക്കൊരു തോന്നൽ വരും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ബോസാണ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, പെട്ടെന്ന് നാളൊരു കാലത്ത് നമ്മുടെ ഒരു ബോസ് ആയിക്കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ആളുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് വലിയൊരു സത്യമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആളുകൾക്ക് നമ്മളെ എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം, അപ്രോച്ചബിൾ ആയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ആ ഹെഡിനോട് അല്ലെങ്കിൽ ആ ബോസിനോട് ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ മിക്ക ആളുകൾക്കും പേടിയായിരിക്കും. കാര്യം ആ കാര്യം ഒരു മോശപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ, ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാൻ പോവുകയാണെങ്കിൽ, നമ്മളെ വഴക്ക് പറഞ്ഞ് വിടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരാളോട് നമ്മൾ ചെല്ലും. അപ്പോൾ നേതാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും വന്ന് ചോദിക്കാനും ഡിസ്കസ് ചെയ്യാനും പറ്റുന്ന, അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മളായിട്ട് തന്നെ, അങ്ങനെ ഒരു ബാരിയർ ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ മാറ്റി വെക്കുക. ആർക്കും എന്നോട് എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യവും വന്ന് പറയാം എന്നുള്ള ഒരു രീതി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഈ വന്ന് പറയുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിക്കണം എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടാനായിട്ട് നല്ലൊരു ഉപായമാണ് ഈ